സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വീണ്ടും BSKയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നു സം അപ്ഡേറ്റ്സ് തരാൻ. സോ BSKയിൽ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്, എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു. സോ ഇതാണ് BSKയുടെ അപ്ഡേറ്റ്. ഇതൊന്നുമല്ല, ഒരുപാടുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ഒരു BSK നിലയിലുണ്ട്, അതൊക്കെ തിളങ്ങുന്നുണ്ട്. അത് എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും എനിക്ക് അറിയത്തില്ല. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഞാൻ പറഞ്ഞുതരാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് പോവാം, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ ഇതാണ് ഇതുപോലെ ട്രാഷ്ഡ് 176 അതൊന്നും പറഞ്ഞിട്ട് ഒരുപാട് ഇതുപോലത്തെ ഇതുണ്ട്. ഇത് ഐസ് ഏജ് ഇപ്പം ഞാൻ എടുത്തെന്ന് വെച്ചോ. ഇപ്പം ഐസ് ഏജിൽ ഇതേ ട്രാഷ്ഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. തൊട്ടാൽ നിങ്ങൾക്ക് വല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? എനിക്ക് മാറ്റം തോന്നിയില്ല, ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഞാനിപ്പം PKG ഇവിടെ നിന്ന് അങ്ങ് മാറുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ വല്ല എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കത് കറക്റ്റ് അറിഞ്ഞൂടാ കേട്ടോ, എനിക്കത് അറിയത്തില്ല. ഓക്കെ, അപ്പം ഇനി നമുക്ക് KSRTC കേട്ടോ. സെയിം സംഭവം തന്നെ ഇവിടെ ഉണ്ട്. KSRTC അത് ഞാൻ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇന്ന് എടുക്കാവുന്നത് ഫാസ്റ്റ് എടുക്കണോ നോർമൽ എടുക്കണോ? ഫാസ്റ്റ് എടുക്കാം, സൂപ്പർ ഫാസ്റ്റ് എടുക്കാം. സോ നമ്മളിപ്പോൾ ഇന്ന് എടുക്കുന്ന സൂപ്പർ ഫാസ്റ്റാണ്. ഇപ്പം ഓർഡിനറിക്ക് വീണ്ടും പൈസ കൊടുക്കേണ്ടി വരും. കൊടുക്കണ്ടേ? കൊടുക്കണ്ട. ഓ യാറ്റ്, റാഷ്ഡിനും പൈസ കൊടുക്കണ്ട, ഇതിനും പൈസ കൊടുക്കണ്ട. ഓക്കെ, ഇപ്പം നമ്മളിപ്പം ഇതാണ് എടുത്തേക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് ഇന്ന് എടുത്തേക്കുന്നത്. ജസ്റ്റ് ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു BSKക്ക് ഇനി അപ്ഡേറ്റ് വീഡിയോസ് ഉള്ളിയാണ് ഞാൻ വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ, ചെറിയൊരു വീഡിയോ ആയിരിക്കും. കാര്യം അപ്ഡേറ്റ്സ് ഉള്ളിയാണല്ലോ. സോ ഗൈസ്, വലിയൊരു ആഡിന് ശേഷം ഞാൻ തിരിച്ചു വന്നു. ഗൈസ്, ഇതാണ് ഇവിടുത്തെ, ഞാൻ പറഞ്ഞില്ലേ, ഫീച്ചർ. ദിസ് ഈസ് ദ ഫീച്ചർ. ഐ മീൻ, ഇപ്പം രാത്രിയായി. ഇതിപ്പോൾ ഞാൻ എവിടെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാത്രി 11 മണിയാണ്, നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും. രാത്രി 11 മണിയായി. ഇത് എവിടെയാണ്? റോഡ് കാണാൻ മേല. ഓ, ലൈറ്റ് കണ്ടിട്ടോ, ലൈറ്റ് ഇടാം ആണോ ഗൈസ്? ഞാൻ റോഡ് ഈ സൈഡ് ബാക്കിലാണ് റോഡ്. ഇതുകൊണ്ട് വണ്ടി പോകുന്നു. ഏത് കാട്ടിലിടാ വന്ന് ജനിച്ചേ? അയ്യോ, റോഡ് ക്ലോസ്. കൊള്ളാം. ഏത് കാട്ടിൽ ജനിച്ചെന്ന് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. ഓക്കെ, റോഡ് കണ്ടെത്തി. നമുക്ക് നേരെ സ്റ്റാൻഡിൽ പോയി ആളെ പിടിക്കാം. ഇതാണ് ഇവിടുത്തെ ഫീച്ചർ. മഴ, വെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രി 12 മണിയാണ്, മീൻസ് രാവിലെ അടുത്ത ദിവസമായി. ഓക്കെ, ആകാശം രാവിലെ പോലെയാണ് കിടക്കുന്നത്. അത് അവരുടെ ഈ ഒരു നേച്ചർ അത്ര ഇട്ടാക്കില്ല, പക്ഷേ കിട്ടിയ സാധനമല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. നൈസായിട്ടുണ്ട്, നൈസ് വർക്ക്. അത് ഇത്രയും ചെറിയൊരു മോഡ് ഗെയിമേഴ്സ് ഇത്രയും വലിയൊരു സംഭവം ചെയ്യുന്നതിന് അത് ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യം തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഫീച്ചർ. നമുക്ക് വേണമെങ്കിൽ മഴ മാത്രമുള്ളൊരു രീതിയാക്കാം, ഓട്ടോമാറ്റിക്കല്ല, മഴ മാത്രമാക്കാം. ഫിക്സ്ഡ് ആണ്, ഫുൾ ഡേ മഴ ഉള്ളൂ, മഴയൊന്നും മാറത്തില്ല. അങ്ങനെ ആക്കാം, എങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്രകാരം നമുക്കാക്കാം. അങ്ങനത്തെ ഒരുപാട് പരിപാടിയുണ്ട്. ഇപ്പം ഞാൻ എന്തായാലും ഇന്നൊന്നും ചെയ്യുന്നില്ല. ഐ മീൻ, നമ്മളിപ്പം വണ്ടി റൂട്ട് പിടിക്കുന്നില്ല, അതിനകത്തൊന്നും മാറ്റമില്ല. നമുക്കിവിടെ മാറ്റമുള്ളത് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു റൂൾസും, ഐ മീൻ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഡേ ആൻഡ് നൈറ്റ് സിമുലേഷനും അത് മാത്രമൊക്കെയാണ് ഒരു മാറ്റമുള്ളത്, വേറെ ഒന്നും മാറ്റമില്ല. ഈ ലൈറ്റൊക്കെ ഇട്ട് പോകുമ്പോൾ അത് വൈബാണ് കേട്ടോ. എതിരെ വരുന്ന വണ്ടിയൊക്കെ ലൈറ്റ് ഇട്ട് വരുമ്പോൾ അയ്യോ, അതൊക്കെ ഒരു വൈബാണ്.
KSRTC ലൈറ്റ് ഇട്ടേക്കണം. അതിൻ്റെ ഒരു മീറ്റർ ബോർഡിലോട്ട് നോക്കിയാൽ കിട്ടിയാണ്. എൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചല്ലോ. ലെറ്റ്സ് ഗോ വാച്ച് ഇറ്റ്. ഓ ഗായ്സ് കിട്ടില്ലെന്ന് സാധനം കേട്ടോ. ലൈറ്റ് കണ്ടിട്ടപ്പോൾ വൈബ് സാധനം കത്തിയിരിക്കുന്നതാണ്. KSRTC എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബസ് ഗെയിംസൊക്കെ കൂടുതൽ വിടുന്നു. പോ ഓക്കെ, നമുക്ക് പോവാം. യെസ്. ഇതാണ് എൻ്റെ ഫ്യൂച്ചർ. 2 മണിയാവുമ്പോൾ നമ്മളെത്തും. 2 മണിയാകുമ്പോൾ എത്തുന്നില്ല. ഇപ്പോൾ 2 മണിയായി. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വെളുക്കാറാവുമല്ലോ. വെളുക്കുമല്ലോ. അപ്പോഴായിരിക്കും ഡേ സിമുലേഷൻ വരുന്നത്. ഡേ സിമുലേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ജസ്റ്റ് നൈറ്റാണ്. ഇപ്പം ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് നല്ല ഇരുട്ടാണ്. കണ്ടോ, ചെറിയ ഇതൊക്കെ കാണാവൂ. കാണാൻ പറ്റും, ബട്ട് ഒരു മങ്ങലുണ്ട്. ഇതാണ് എൻ്റെ ഇതെന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മഴ പെയ്യുമ്പോൾ കിട്ടില്ലാണ്. മഴ പെയ്യുമ്പോഴാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇത് കിട്ടുന്നത്. ആ വൈപ്പറൊക്കെ വേണമെങ്കിൽ ഓടുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ. എൻ്റെ അമ്മ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ മൂവാറ്റുപുഴ പോകാനാണ് പ്ലാൻ. മൂവാറ്റുപുഴ എങ്ങോട്ടല്ലേ? അത് മാറിപ്പോയാ? നോക്കാം. മൂവാറ്റുപുഴ. ഓ, ഇത് ഗോതമംഗലം. മൂവാറ്റുപുഴ അപ്പോൾ ഇങ്ങോട്ടാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇതുവഴി കയറി. ഇനി നമുക്കിതാ ഈ ഒരു വഴി കൂടെ ആയിരുന്നു. നിങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ വഴി നമുക്ക് പോകണമെന്ന്. സോ നമുക്ക് ഇപ്രാവശ്യം ആ വഴി പോവാം. വഴിയും കാണാം. നമുക്ക് മൂവാറ്റുപുഴ പോവാം. കിട്ടില്ല കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ജസ്റ്റ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോ. കമൻറ്റ് ചെയ്തോ. ഇനി എന്ത് മാറ്റം വേണമെന്ന് കമൻറ്റ് ചെയ്തോ. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ DSKയുടെ ഒഫീഷ്യൽ പേജിൽ പോയിട്ട് അവിടെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും മാറ്റം ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കും. ഞാൻ കൊടുത്തിട്ടുണ്ട്. നൈസാണ്. ഇങ്ങോട്ടാണ് കേട്ടോ വഴി. ഓ ചക്കി അടിച്ച് ഇതെവിടെ? ഇങ്ങോട്ട് ഇനി ഒരു ബാക്ക് എടുക്കണ്ടേ? ഇങ്ങോട്ട് പോകുന്നില്ലല്ലോ ബാക്ക്. ഓക്കെ, അവിടെ നോക്കി പിടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എനിക്ക് മഴ വേണം. അപ്പോൾ എന്ത് ചെയ്യും? അതൊക്കെ ഞാൻ കാണിച്ചത്. ഓക്കെ, ഇതാണ് നമ്മുടെ റൂട്ട് കേട്ടോ. ഈ വഴിയാണ് നമ്മുടെ റൂട്ട് വരുന്നത്. ഓക്കെ, നമുക്കിപ്പം നമ്മൾ നേരെ ഈ ഒരു ഡോറിൻ്റെ സിമ്പിൾ പോയിട്ട് സെറ്റിങ്സിൽ പോവുക. അവിടെ ഡേ ആൻഡ് നൈറ്റ് സിമുലേഷൻ കാണും. അവിടെ ഫിക്സ്ഡ് ആക്കിയിട്ട് നൈറ്റ് റെയിൻ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് വെക്കുക. ഇത് ഞങ്ങൾ നോക്കുമ്പോൾ മൊത്തം മഴയാണ്. കണ്ട, കട്ട മഴ. എനിക്കൊന്നും കാണാൻ വയ്യ. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് ഓണാക്കി വൈപ്പർ ഓണാക്കി ഇട്ടിട്ടുണ്ടല്ലോ. ആണോ ഗൈസ്? ഇത്രയേ ഉള്ളൂ. വൈബല്ലേ, കിടിലല്ലേ? മഴ കൂടെ പോയി റോഡും കാണുന്നില്ല. നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഓഫ് റോഡ് വഴിയാണ്. ഇനി ഡേ ആക്കണമെങ്കിൽ ഒന്നുമില്ല. ജസ്റ്റ് ഇത് 11 മണിയാണ് കേട്ടോ സ്റ്റാർട്ടിങ്. ഓക്കെ, ഇനി ഡേ ആക്കണമെങ്കിൽ ജസ്റ്റ് സെറ്റിങ്സ് ഇതുപോലെ പോവുക. ഡേ ആൻഡ് നൈറ്റ് ആക്കുക. അതിൽ ഡേ റെയിൻ അതിൽ കൊടുത്താൽ മതി. അതിൽ കൊടുത്തിട്ട് അപ്ലൈ എടുക്കുക. ഡേ ആവും തോന്നുന്നു, അറിയത്തില്ല. ഓക്കെ, ഡേ ആയി. ഡേ റെയിൻ ആണത്. ഇത് ഡേ റെയിൻ. ഡേ റെയിൻ ആണെങ്കിൽ നിങ്ങൾ ആ മങ്ങലൊഴിക്കുക. ചെറിയൊരു മങ്ങലുണ്ട്. മീൻസ് നമ്മൾ ഈ കാർമേഘം വരുമ്പോൾ ആ ഒരു മങ്ങലുണ്ട്. അത് കൊള്ളാം. നൈസ് ഫീച്ചർ. ഡേ റെയിൻ. നൈറ്റ് റെയിനാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. സ്പീഡിലുണ്ട്.
ഉണ്ട്. ഇത് നല്ലൊരു റോഡ് ഫീച്ചർ കിട്ടില്ല. സർക്യൂട്ടൊക്കെ എടുത്ത് പോകണമെങ്കിൽ കുഴപ്പം പെട്ടെന്ന് എത്തിയേ പോകും. ഓക്കെ, ഫീച്ചറോടാണ് ഞാൻ പറഞ്ഞ 29 രൂപ. ഈ മഴ ഇനി കുറയത്തില്ല. ഇടി, ഈ മഴ ഇനി കുറയത്തില്ല. ഇത് ഫിക്സ്ഡാണ്. സോ ഈ മഴ കുറയണമെങ്കിൽ ഞാൻ വിചാരിക്കണം. ഇപ്പം മഴയെ കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ്. അതേ മഴ ഞാൻ കൺട്രോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മഴ പെയ്യും, പോവും, വരും, അങ്ങനെയൊക്കെയാണ്. ഏത് വഴിയുടെ ഇങ്ങനെ പോകണം. ഇപ്പോൾ എത്താൻ വേണ്ടി ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ VSK അപ്ഡേറ്റിനായിട്ടൊക്കെ ചാനൽ നടക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് VSK അപ്ഡേറ്റിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഒഫീഷ്യൽ പേജിൽ പോവുക. പിന്നെ എൻ്റെ ഒരു ആശയമാണ് ഞാൻ ഇടുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ഷോർട്ട് എടുക്കുന്നില്ല. ഇനി എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോണത് മിക്കവാറും വേറെ വണ്ടി അല്ലെങ്കിൽ ചിലപ്പോൾ മാപ്പ് കൂട്ടാൻ വെച്ചിട്ടുണ്ട്. മാപ്പ് കുറച്ചുള്ള 3 സ്ഥലമല്ലേ, അത് തന്നെ എപ്പോഴും പോയി മടുക്കുന്നുണ്ട്. ആണ് BSK ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പോവും, എല്ലാം പോവും, ഒന്നും കാണില്ല. അയ്യോ, ഗൈസ്, ഒരു ഇത് പറയാനല്ലേ. അപ്പം നമുക്ക് ഇവിടെ വെച്ച് തന്നെ അതിൻ്റെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടണൊക്കെ അടിച്ച് നെല്ല് വണ്ടി ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ഇതുപോലെ VSK അപ്ഡേറ്റിനായി വീണ്ടും കാത്തിരിക്കുന്നവരായിട്ട് ലവ് യു. ബൈ.